റോസെറ്റ സ്റ്റോൺ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നാണ്. ശതകങ്ങളോളം നിർവചനശേഷിയില്ലാതെ കഴിഞ്ഞിരുന്ന ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫുകൾ വായിക്കാൻ കഴിയുന്ന മാർഗം ഇതിലൂടെ ലഭിച്ചു. 1799-ൽ ഈജിപ്തിലെ ഫ്രഞ്ച് സൈനികർ ഈ കറുത്ത ഗ്രാനൈറ്റ് കല്ല് കണ്ടെത്തുകയായിരുന്നു. 3 അടി ഉയരമുള്ള ഈ കല്ല് ക്രിസ്തുവിന് മുമ്പ് 196-ൽ ഉണ്ടാക്കിയതാണെന്ന് കരുതുന്നു. ഇതിൽ ഒരേ ഉള്ളടക്കം 3 ലിപികളിൽ എഴുതിയിരിക്കുന്നു. മുകളിൽ പുരാതന ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫുകൾ, മധ്യേ ഡെമോട്ടിക് ലിപി, താഴെ ഗ്രീക്ക്. ക്ലാസിക്കൽ പണ്ഡിതർക്ക് ഇതിനകം തന്നെ ഗ്രീക്ക് വായിക്കാൻ കഴിഞ്ഞിരുന്നതോടെ ഇത് ഫറോ പി. ടോളമി അഞ്ചാമൻ മെംഫിസിൽ പുറത്തിറക്കിയ ദൃഢപ്രഖ്യാപനം ആണെന്ന് കണ്ടെത്തി. 1822-ൽ ഫ്രഞ്ച് ഭാഷാശാസ്ത്രജ്ഞൻ ജീൻ ഫ്രാൻസ്വാ ഷാംബോളിയോൺ ഹീറോഗ്ലിഫുകൾ വിജയകരമായി വിവർത്തനം ചെയ്തു. ഇതോടെ ആദ്യമായി പൂർണ്ണമായ ഒരു വിവർത്തനം സാധ്യമായി. പുരാതന ഈജിപ്തിന്റെ രഹസ്യങ്ങൾ തുറന്നുകിട്ടി. ശതകങ്ങളോളം വായിക്കാൻ കഴിയാതെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ, ശവക്കുടീരങ്ങൾ, ശിലാലിഖിതങ്ങൾ മുതലായവയ്ക്ക് നാം ആദ്യമായി അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങി. റോസെറ്റ സ്റ്റോൺ ഒരു ഭാഷ മാത്രമല്ല, ഒരു മുഴുവൻ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിച്ചെന്നും പറയാം.